നാടൻ ചാരായി ഫ്രഷ് ഇതായിട്ട് നേരെ എടുക്കുന്നതാണ്. അതായത് നാടൻ വാറ്റ് ഉണ്ടാക്കുന്നത് ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ശേഷം നല്ല അടിപൊളിയായിട്ട് ഇവര് റാഗി കഴുകിയാണ് എന്ത് നന്നായിട്ടാണ് കഴുകുന്നത്. അതായത് ശരിക്കും അവർ പറയുന്നത് നല്ല വൃത്തിയോട് കൂടിയാണ് അവരത് ചെയ്യുന്നത്. അവർക്ക് മരുന്ന് കിട്ടും വനത്തിൽ, ആ മരുന്ന് ഇതും കൂടെ കൊണ്ടുവന്നിട്ട് അവർ മിക്സ് ചെയ്യും. ശരിക്കും ഇതിന്റെ കടുപ്പ് അനുസരിച്ച് ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിന് നല്ല വില കൂടുതലായിരിക്കും ആ ചാരായ ഉണ്ടാക്കും. എന്ന് പറഞ്ഞാൽ പ്യൂർ ആയിരിക്കും. പ്യൂർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. കസ്റ്റമർ സൈസ് ഉണ്ടാക്കും. പാത്രം വെക്കും, വെറുതെ വെക്കും. അപ്പൊ ഈ സാധനം തിളച്ചിട്ട് ഈ തുളയിൽ കൂടി വന്നിട്ട് ഇതിന്റെ ഏറ്റവും മേളില് വെള്ളം ഒഴിച്ചു വെക്കും. അപ്പൊ ആ നമ്മുടെ ആ ആവി ഇതിന്റെ അകത്ത് തട്ടിയിട്ട് 4 ലിറ്റർ ഒരു തവണ കിട്ടും. അങ്ങനെ ഒരു പ്രാവശ്യത്തെ ഇതിൽ നിന്ന് 12 ലിറ്റർ കിട്ടും. ഹായ്, നമസ്കാരം. നമ്മളിപ്പോ നേപ്പാളാണുള്ളത്. നേപ്പാളിൽ സിദ്ധി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണുള്ളത്. അതായത് ഈ സിദ്ധി എന്ന് പറയുന്ന ഗ്രാമത്തിൽ നമ്മളിപ്പോ വന്നിരിക്കുന്ന ഉദ്ദേശം എന്ന് പറയുന്നത് നാടൻ വാറ്റുചാരായം. നമ്മുടെ ഇവിടെ ഭയങ്കര പ്രോബ്ലം ആയിരിക്കും അല്ലേ? പക്ഷെ ഇവിടെയൊന്നും ഒരു പ്രോബ്ലം ഇല്ല. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള അതായത് നാടൻ വാറ്റ് ചാരായം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഇന്ന് കാണിക്കാൻ പോവുക. അതായത് ഇത് ഭയങ്കരമായിട്ട് സെയിൽ ചെയ്യുന്നതാണ്. പക്ഷെ എന്നാൽ അവരുടെ ജീവിത രീതിയൊക്കെ ചെറിയ ജീവിത രീതിയും കാര്യങ്ങളൊക്കെയാണ്. റാഗിയിൽ നിന്നാണ് ഇവർ ഈ വാറ്റ് ചാരായം ഉണ്ടാക്കുന്നത്.